പ്രൈസ് ഗാഡ്. മക്കളെ, പുറപ്പാട് പുസ്തകത്തിൽ ഒരു യാത്രയെ പറ്റി പറയുന്നുണ്ട്. ഈ പുറപ്പാട് പുസ്തകം എവിടെയാ? അത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്, ബൈബിളിലാണ്. ബൈബിളിലെ തുടക്കത്തിൽ ഉൽപ്പത്തി കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകം കാണാം. ആ പുസ്തകത്തിൽ ഒരു യാത്ര, ഒരു ജനത, അതായത് ഒന്നും രണ്ടും പേരല്ല, ഒരു കൂട്ടം ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് ഒരേ സ്വപ്നം, ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു യാത്ര. അവരെങ്ങോട്ടാണ് പോയത്? കാനാൻ ദേശത്തേക്ക്. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശം എന്ന് പറയുമ്പോൾ ബൈബിളിൽ പറയുന്നത് തേനും പാലും ഒഴുകുന്ന നാട്, അതായത് സമൃദ്ധിയുടെ സമ്പത്തിൻ്റെ ഒരു ദേശം. ആ ദേശ സ്വപ്നം കണ്ടുകൊണ്ട് ഈ അടിമത്തത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് അവർ പോവുകയാണ്. ഈ അടിമത്തം എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് വെച്ചാൽ, നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല, മറ്റുള്ളവർ പറയുന്നത് പോലെ ചെയ്യുക, ജീവിക്കുക. നമ്മൾ സാധാരണ ഒരു മൃഗത്തെ മനസ്സിൽ കണ്ടേ, ഉദാഹരണത്തിന് കാളയോ പോത്തോ, പശു വേണ്ട, അതിനെ നമ്മൾ കഠിനാധ്വാനം ചെയ്യിപ്പിക്കാറില്ലല്ലോ. ഇപ്പോൾ കാളയൊക്കെ ഒരു ഉദാഹരണം എടുക്കുക. പണ്ട് കലപ്പയും കാളയൊക്കെ വെച്ച് നില ഉഴുതു, അല്ലെങ്കിൽ കഴുത. അപ്പോൾ ഈ മൃഗത്തെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാനാണ് മൃഗത്തിൻ്റെ ഉടമസ്ഥനെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കൊണ്ടുപോകുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പുല്ലും വെള്ളവും കൊടുക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നില ഉഴുതുന്നു, ഞാൻ നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ കൊണ്ടുവരുന്നു. അപ്പോൾ ആ മൃഗത്തിന് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അതിൻ്റെ വല്ല സ്വപ്നം ഞാൻ മാനിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ സ്വപ്നങ്ങൾ മാത്രം, എൻ്റെ ആഗ്രഹത്തെ പോലെ അവർ യന്ത്രത്തെ പോലെ വർക്ക് ചെയ്യണം. അപ്പോൾ അതാണ് അടിമത്തം. ഒക്കെ പിടികിട്ടിയല്ലോ, നമുക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അപ്പോൾ ഇങ്ങനെ അടിമപ്പണി ചെയ്യുമായിരുന്നു ഇസ്രായേൽക്കാർ ഈജിപ്റ്റ് ദേശത്ത്. അപ്പോൾ ഇവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെങ്ങനെ വേറെ സമൃദ്ധിയുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം ഭയങ്കര ഉഷാറായിരുന്നു, ബെല്ലെ ബെല്ലെ പാടി സന്തോഷത്തോടെ പോവുമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ യാത്ര കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ സന്തോഷമെല്ലാം മങ്ങിപ്പോയി. ഓക്കെ, കാരണം എന്താ? അവർക്ക് ഭക്ഷണം ഇല്ല, യാത്ര ഭയങ്കര കഠിനമായി മാറി, കുടിക്കാൻ വെള്ളവും ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭക്ഷണവും വെള്ളവും സമയത്തിന് നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ലെവൽ മാറിപ്പോകും അല്ലേ? അവരുടെ സന്തോഷമൊക്കെ മാറി. മാത്രമല്ല, 3 പ്രധാന പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്. ഒന്ന്, യാത്ര ഭയങ്കര കഠിനമായി തോന്നി. മരുഭൂമിയല്ലേ മക്കളൊന്ന് ആലോചിച്ച് നോക്ക്. ചെടിയോ തണൽ മരമോ ഒന്നുമില്ല. ഈ നട്ട വെയിലത്ത് ഇവരിങ്ങനെ കുന്നും തേരിയൊക്കെ കയറി പോകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാട്. പിന്നെ അവരുടെ മുതുകയിൽ ഒരു ഭണ്ഡാരം കാണും. ഇതൊക്കെ ചുമന്ന് പോകുന്നത് യാത്ര ക്ലേശമായി മാറി. രണ്ടാമത്തെ തന്നെ അവരുടെ നേതാവാരാ? മോശ പറയണതൊന്നും അവർക്ക് ഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഔട്ട് ഓഫ് സിലബസ് പോലെ അവർക്കൊന്നും പറഞ്ഞിട്ട് പുള്ളി പറയണത് കേൾക്കാനോ അത് ശ്രവിക്കാനോ താല്പര്യമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടിയായപ്പോൾ എന്നാ, പരസ്പരം അവർ പിറുപിറുക്കാൻ തുടങ്ങി, ദോഷം പറയാൻ തുടങ്ങി, മോശം പറയാൻ തുടങ്ങി. ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ, നമുക്ക് ആ പഴയ ഇറച്ചിപ്പാത്രവും എന്ത് ടേസ്റ്റായിരുന്നു ഭക്ഷണം. കുറേ ജോലി ചെയ്താലും നമുക്ക് എന്നാ സമയത്തിന് ഭക്ഷണമൊക്കെ കിട്ടും, കുഴപ്പമില്ല, അവിടെ പോയാൽ മതിയായിരുന്നു. അങ്ങനെ എന്താണോ ഉപേക്ഷിച്ചത് അതിൻ്റേക്ക് ഒരു ചായ്വ്, അതിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം. ഓക്കെ, ഇങ്ങനെ ആയപ്പോൾ എന്താ ചെയ്തേ? നമ്മുടെ മോശ ചങ്ക് പൊട്ടി വിളിക്കൂ എന്നൊക്കെ പറയത്തില്ലേ, എന്നുവെച്ചാൽ ആത്മാർത്ഥമായി ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എന്നാ ചെയ്ത? ഒരു രാത്രിയിൽ ദൈവം ആകാശം അടുക്കളയാക്കി മന്ന പൊഴിച്ചു. ഇനി പാറ, കൂറ്റൻ കം പാറ ഒക്കെ, ഈ പാറയിൽ ജസ്റ്റ് ഒരു വടി കൊണ്ട് ടാപ്പ് ചെയ്തു, 1 2 ടാപ്പ് ചെയ്തപ്പോൾ ഒന്ന് അടിച്ചപ്പോൾ ദൈവം പാറ പൊട്ടിച്ച് വെള്ളം കൊടുത്തു. അവരെ സംതൃപ്തരാക്കി. വീണ്ടും അവരെ യാത്ര ആരംഭിച്ചു, ഉഷാറായി കണ്ടിന്യൂ ചെയ്തു. മക്കളെ, ഇനി നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് വന്നേ. ഇത് കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം. ഇന്ന് നമ്മുടെ ജീവിതവും ചിലപ്പോഴൊക്കെ ഉഷാറായിട്ട് പല സ്വപ്നങ്ങളും ഐഡിയയും ചിന്തകളും വെച്ച് പല കാര്യങ്ങളും തുടങ്ങും. പക്ഷെ യാത്ര തുടങ്ങി കുറേ കഴിയുമ്പോഴായിരിക്കും ഇത് വേണ്ടായിരുന്നു. ജീവിതം കുറച്ചുകൂടി കാഠിന്യമായി മാറും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൂടിക്കൂടി വരും. ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആയിരിക്കും കൂടുതൽ. ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ചിന്തിക്കും, ഇതെടുക്കണ്ടായിരുന്നു, പഴയത് മതിയായിരുന്നു, അത് നന്നായിരുന്നു, ഇവർ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്, ഇവർ പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തത്, അത് വേണ്ടായിരുന്നു. ഇങ്ങനെ പഴയതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോഴൊക്കെ എൻ്റെ മക്കളെ, തീർന്നിട്ടില്ല ജീവിതം, തളർന്നിട്ടില്ല, തകർന്നിട്ടില്ല. നമ്മൾ എന്നാ ചെയ്യണം? മോശ വിളിച്ചതുപോലെ ആ നിലവിട്ട് ഒരു ആത്മാർത്ഥമായൊരു പ്രാർത്ഥന ഉയരണം. അങ്ങനെ ഉയർന്നതിൻ്റെ ഫലമായി ദൈവം വീണ്ടും നമുക്ക് വേണ്ടി മന്ന പൊഴിച്ചു എന്ന്
അന്ന് രാത്രി ദൈവം ആകാശം അടുക്കളയാക്കി മന്ന പൊഴിച്ചെങ്കിൽ ഇന്ന് ഒരു രാത്രിയിൽ ദൈവം വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. രാത്രിയല്ലേ നടക്കുന്നത്? പെസഹ വ്യാഴാഴ്ച ദൈവം ശിഷ്യന്മാരോടത്ത് അപ്പം എടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് അവർക്ക് വിളമ്പി കൊടുക്കുന്നു. അപ്പം അതാണിത്, വിശുദ്ധ കുർബാന ഒരു രാത്രിയിൽ ദൈവം സ്ഥാപിച്ചു. അന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് രാവും പകലും അവർക്ക് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും കർത്താവ് അവർക്ക് മുമ്പേ നടന്നു. ഇന്നോ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മുമ്പേ അല്ല, നമ്മോടൊട്ടി നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ മജ്ജയുടെ മാംസത്തിൻ്റെ ഭാഗമായി നമ്മോടൊപ്പം വസിക്കുന്ന ഈ ദൈവം, ഈ പെർഫെക്റ്റ് അല്ലാത്ത എന്നിൽ വന്ന് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവം അല്ലേ. അവിടെ പപ്പയെ അമ്മയെക്കാളും സ്ഥാനം കൊടുത്ത് സ്നേഹിക്കേണ്ട വിശുദ്ധ കുർബാനയായ ഈശോ. മക്കളെ, ഇത് വാഴ്ത്തിയ അപ്പമല്ല. അങ്ങനെ സിസ്റ്റർ അങ്ങനെയൊന്നും പിടിച്ചുവിടുക. കാരണം നമ്മുടെ ദൈവം അത്രമാത്രം നമ്മൾ ബഹുമാനിക്കേണ്ടതും ആദരവോട് കാണേണ്ടതാണ്. ഇത് വാഴ്ത്താത്ത അപ്പമാണ് പാക്കറ്റിൽ നിന്ന് സിസ്റ്റർ എടുത്ത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ, നമുക്ക് ഒരു രണ്ടുപേര് ഒരു തമിഴ് പാട്ടുണ്ട്. എന്നപ്പാവും നീരേ എന്നമ്മാവും നീരേ എനിക്കെല്ലാമേ നീങ്കതാനപ്പ. ഓക്കെ, ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഒന്ന് പാടിയാലോ, ഒന്ന് ശ്രമിച്ചാലോ? ഓക്കെ, എന്നപ്പാവും നീരേ എന്നമ്മാവും നീരേ എനക്കെല്ലാമേ നീങ്കതാനപ്പാ. ഒന്നും കൂടെ, എന്നപ്പാവും നീരേ എന്നമ്മാവും നീരേ എനക്കെല്ലാമേ നീങ്കതാനപ്പാ. അപ്പം ഇതുപോലെ മക്കളും ഇഷ്ടമുള്ള പാട്ടൊക്കെ മൂളി പാടണം. അത് കർത്താവ് കേൾക്കും. ഓക്കെ, നമ്മൾ ആഗ്രഹിച്ച് സ്നേഹിച്ച് കാത്തിരിക്കുന്ന ഒരപ്പനല്ലേ നമ്മുടെ ദൈവം, കേൾക്കും. ഓക്കെ, അപ്പം വിചാരിക്കുക, ഇനി അടുത്ത് നമ്മൾ സിസ്റ്റർ ഇപ്പം പറഞ്ഞ കാര്യം നമുക്ക് ബൈബിളിൽ നിന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 13 നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. 13-ാം അധ്യായം 21-ാം തിരുവചനം. ഓക്കെ, അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാകും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുമ്പിൽ നിന്ന് മാറിയില്ല. കണ്ടോ, മാറാതെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ദൈവം. ഇനി നമ്മൾ പുതിയ നിയമം വിശുദ്ധ കുർബാന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് യോഹന്നാൻ 6-ാം അധ്യായം 54-56 തിരുവചനങ്ങളാണ്. ഓക്കെ, അതിൽ 54 പറയുന്നത് എന്ന് പറഞ്ഞാൽ, സിസ്റ്റർ ഈ വചനത്തിലൂടെ പറയുന്ന ഈ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ 3 സൗഭാഗ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എത്രയാ? 3, പ്രധാനമായിട്ട് 3 സൗഭാഗ്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്ന സൗഭാഗ്യങ്ങൾ. ഓക്കെ, അപ്പം 6-ാം അധ്യായം 54-ാം തിരുവചനം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബോണസ് എന്താ? ഈശോയെ, ഈ മന്ന, ഈ അപ്പം, കർത്താവിൻ്റെ രക്തവും ശരീരവും നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നിത്യജീവൻ. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ ബോണസ്, നമുക്ക് ഈ ശരീരം ഇവിടെ അഴുകി മണ്ണോട് മണ്ണ് ചേർന്നാലും നമ്മൾ പുതിയ ശരീരത്തിൽ നമ്മൾ തമ്പുരാൻ്റെ അടുത്ത് ഉയർക്കും. കർത്താവ് നമ്മളെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ഇനി കുറച്ചൊരു താഴോട്ട് വന്ന് 56-ാം തിരുവചനം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കേട്ടോ, അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് വന്ന് എന്നിൽ വസിക്കുന്നു. രണ്ടാമത്തത് നിത്യജീവനുണ്ട്. മൂന്നാമത്തത് കർത്താവ് നമ്മളെ ഉയർപ്പിക്കും. അപ്പം ഇതാണ് സ്വർഗം നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങൾ. ഓക്കെ, നമ്മൾ വിചാരിക്കുക, അന്ന് മന്ന പൊഴിച്ചു അല്ലേ, അവർക്ക് തൃപ്തിയാവോളം കഴിക്കാൻ കൊടുത്തു, വീണ്ടും അവർക്ക് വിശന്നു, വീണ്ടും കൊടുത്തു. അങ്ങനെയാണ് ആ 40 വർഷവും മരുഭൂമിയിൽ ദൈവം അവരെ വളർത്തിയതും പോഷിപ്പിച്ചതും. ഇന്ന് ഈ വിശുദ്ധ കുർബാന കർത്താവ് തൻ്റെ ശരീരം പൂർണ്ണമായിട്ട് നമുക്ക് തന്നു. ഓക്കെ, അങ്ങനെ അപ്പമായി. ഇനി ഈശോയുടെ ശരീരത്തിൽ അടിച്ചില്ലേ ഓരോ ചാട്ടയടിയും. ഈ ചാട്ടയടിച്ചപ്പോൾ അവിടെ നിന്ന് പൊട്ടി ഒഴുകിയ രക്തം നമുക്ക് പാനീയമായി തന്നു. എന്തിനു വേണ്ടിയാ? നിത്യജീവൻ ഉണ്ടാകാൻ, നമ്മളും ഈശോയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തെ മുഖാമുഖം കാണാൻ, പിന്നെ
ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിൽ വസിച്ച് കുടികൊള്ളാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും സുന്ദരമായ ശ്രേഷ്ഠമായ ദൈവമാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി മക്കളെ അടുത്ത ശിഷ്യൻ്റെ ഒരു സംശയം, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒന്ന്, സക്രാരിയുടെ മുമ്പിൽ ഒരു പള്ളിയുടെ നടുവിലെത്തുമ്പോൾ നമ്മൾ കുമ്പിടും, കൈകൂപ്പി കുമ്പിടും. എന്തിനാ? പള്ളിയുടെ നടുഭാഗത്തെത്തുമ്പോൾ നമ്മൾ വന്ന് അല്ലെങ്കിൽ നമ്മൾ കാണും എല്ലാവരും ഇങ്ങനെ കുമ്പിട്ട് തിരിഞ്ഞു പോകുന്നത്. എന്തിനാ നമ്മൾ കുമ്പിടുന്നത്? അവിടെ ഈ സക്രാരിയിൽ ഈ വിശുദ്ധമായിട്ടുള്ള അപ്പം വെച്ചിട്ടുണ്ട്. ഇതല്ല, വാഴ്ത്തിയ അപ്പം. ഒരു വിശുദ്ധ ബലിയിൽ വൈദികൻ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ലേ, വാഴ്ത്തുന്നത്. ആ വാഴ്ത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിളമ്പിത്തരുന്നു. അതിനുശേഷം ബാക്കി ഒരു പേടകത്തിലാക്കി ഒരു വിരിക്കുള്ളിൽ സക്രാരിയിൽ വെക്കുന്നു. അപ്പോൾ സക്രാരിയിൽ ഈശോ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അവിടെ ഒരു ലൈറ്റ് ഇട്ടുണ്ടാവും. ഈ ലൈറ്റ് രാവും പകലും കത്തിക്കിടക്കും. ആ ഈശോയെ നോക്കിയാണ് നമ്മൾ നടുഭാഗത്ത് വന്ന് കുമ്പിട്ട് സൈഡുകളിലേക്ക് പോകുന്നത്. ഇനി ഒരു സക്രാരിയിൽ ഈശോ ഇരിക്കുമ്പോൾ അവിടെ മാലാഖമാരുണ്ട്. എവിടെയൊക്കെ ദൈവമുണ്ട് അവിടെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ വൃന്ദം ഇങ്ങനെ ആരാധിച്ച് കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാന നമ്മൾ നാവിൽ സ്വീകരിച്ചു, അല്ലെങ്കിൽ കയ്യിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ തന്നെ ഈ ശരീരം ഞാനൊരു സക്രാരിയായി മാറി, അല്ലേ? ഞാനൊരു സക്രാരിയായി മാറി, സ്വർഗത്തിൻ്റെ വീടായി മാറി, സ്വർഗീയ അരമനയായി മാറി ഞാൻ. അപ്പോൾ ഞാൻ സ്വീകരിച്ച് കഴിയുമ്പോൾ സക്രാരിയിൽ നിരന്തരം മാലാഖമാർ സ്തുതിക്കുന്നെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച എനിക്ക് ചുറ്റും മാലാഖമാർ എന്നിൽ വന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഈ സ്വർഗീയ അരമനയെ, അതായത് എന്നിലുള്ളിലെ എൻ്റെ ആത്മാവാണ് സക്രാരി, ആ സക്രാരിയെ മറച്ചു വെക്കുന്നതാണ് ഈ ശരീരം. നമ്മൾ കണ്ടിട്ടുണ്ടാവും പള്ളിയിൽ സക്രാരിക്കകത്ത് ഒരു തുണി, ഒരു വിരി ഉണ്ടായിരിക്കും. അതുപോലെ എൻ്റെ ആത്മാവാകുന്ന സക്രാരിയെ മറച്ചു പിടിക്കുന്നതാണ് ഈ ശരീരം. അപ്പോൾ നമ്മളും ശ്രേഷ്ഠരല്ലേ? ഇനി അടുത്തത്, ഒരു വിശുദ്ധ കുർബാനയ്ക്ക് അല്ലെ ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് ബലിയർപ്പണത്തിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ, കേൾക്കോ? സിമ്പിൾ കാര്യം. കാരണം നമുക്ക് ഇതേ ഉള്ളൂ. ദൈവമാണ് നമ്മുടെ ആശ്രയം, ദൈവമാണ് നമ്മുടെ എല്ലാം. അതുകൊണ്ട് മക്കളെ, ഇത് സാധാരണ നമുക്ക് പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് ഉറക്കം വരും, ആ ദിവസം കൂടുതൽ ഉറക്കം വരും, എണീക്കാനേ തോന്നത്തില്ല സൺഡേയിൽ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ തടസ്സങ്ങൾ വരുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ തടസ്സങ്ങളായിരിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ. നമുക്ക് ഉഷാറൊന്നും തോന്നത്തില്ല, താല്പര്യം തോന്നത്തില്ല. ചിലപ്പോൾ വീഡിയോ ഗെയിം കളിക്കാൻ തോന്നും, അല്ലെങ്കിൽ കുറച്ചുകൂടി ചുരുണ്ട് ഉറങ്ങാൻ തോന്നും. ഇങ്ങനെയൊക്കെ പല സിംറ്റംസ് കാണും. അപ്പോൾ ആ വലിയ അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് സിസ്റ്റർ പറഞ്ഞുതരാം. ഒന്ന്, രാത്രി തന്നെ അമ്മയും പപ്പയോടൊക്കെ പറഞ്ഞ് ഒരു അലാം സെറ്റ് ചെയ്യുക. ഓക്കെ, അത് ഉറപ്പിക്കുക. അലാം ഇപ്പോൾ 6 മണിക്കോ 7 മണിക്കോ കുർബാനയെങ്കിൽ അതനുസരിച്ച് നമ്മൾ എത്ര സമയം എടുക്കും റെഡിയാകാൻ, അതനുസരിച്ച് ടൈം സെറ്റ് ചെയ്ത് അലാം വയ്ക്കുക. ഓക്കെ, നമ്പർ 1. രണ്ടാമത്തത്, മാലാഖമാരോട് പറയണം, എന്നെ സമയത്തിന് ഉണർത്തണേ, ഒരു ഉഷാറായിട്ട് ഉണർന്നെഴുന്നേക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരു കാവൽ മാലാഹ തന്നിട്ടുണ്ടല്ലോ, ആ കാവൽ മാലാഹയോട് പറയണം. അപ്പം കാവൽ മാലാഹ ബെഡിന് തീ പിടിച്ചതുപോലെ നമ്മളെ ചാടി എഴുന്നേക്കാൻ സഹായിക്കും. ചെയ്യില്ലേ? അപ്പം 2 കാര്യമായി. ഒന്ന്, നമ്മൾ അലാം വയ്ക്കുന്നത് ഉറപ്പിക്കുന്നു. 2, മാലാഹയുടെ സഹായം ചോദിക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ ഉണർന്ന് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന് ഡ്രസ്സ് ഇടും. രാജാക്കന്മാരുടെ രാജാവിനെ കാണാൻ പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പോയാൽ പോലെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ വേണം പോകാൻ. അപ്പം നല്ല ഡ്രസ്സ്, വൃത്തിയും മെനയും മറ്റുള്ളവരെ ഒന്നും പ്രലോഭനം കൊടുക്കാത്ത തരത്തിലുള്ള നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സിട്ട് നമ്മൾ പോകും. ഓക്കെ, ഇനി പോകുമ്പോൾ നമുക്ക് എന്നാ ചെയ്യാം? കയ്യിൽ ചിലപ്പോൾ പ്രാർത്ഥനാ ബുക്കൊക്കെ നമുക്ക് എടുക്കാം. ചില പള്ളിയിൽ തന്നെ അത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ബൈബിളില്ലേ, അതിൽ നാണക്കേടൊന്നും വിചാരിക്കരുത്. സ്വർഗം നിങ്ങളെ ടാപ്പ് ചെയ്ത് അഭിനന്ദനം. നോക്ക്, എൻ്റെ കൊച്ചു പോകുന്നത് കണ്ടാ, ബൈബിളും പിടിച്ച് സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന. അപ്പോൾ അതുപോലെ ഇതുപോലെ ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ചു പോകുന്നതിൽ നാണക്കേടൊന്നും വിചാരിക്കരുത്. ഇങ്ങനെ പിടിച്ചു പോകുമ്പോൾ സ്വർഗത്തിന് ഒത്തിരി സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വചനം വായിക്കുമല്ലോ, 1-ാം വായന 2-ാം വായന, അതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് അച്ഛൻ അവിടെ വായിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ പല വിചാരത്തോടെ ഇരിക്കും. അപ്പോൾ ചിലപ്പം ബൈബിളിൽ നോക്കുമ്പോൾ ശ്രദ്ധ കിട്ടും. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം.
അപ്പം പ്രാർത്ഥനാ ബുക്കോ പാട്ട് ബുക്കോ ബൈബിളോ ഒക്കെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുപോകാം. ഇനി എന്താ, കൊണ്ടുപോയി പള്ളിയിലെത്തുമ്പോൾ നമ്മൾ എന്നാ ചിലപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി പോകേണ്ടി വരും. ഇങ്ങനെ മലയുടെ മുകൾ പോലെ ആയിരിക്കും. അപ്പോൾ ഈ കയറി പോകുമ്പോൾ നമുക്ക് കാണുമല്ലോ ഫ്രണ്ട് ഡോറ്. അപ്പം വിചാരിക്കണം പരിശുദ്ധ അമ്മ അവിടെ നിൽക്കുവാണ്. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്റ്റ് വരുവാണെങ്കിലോ വണ്ടിയുടെ ഹോൺ അടി കേൾക്കുമ്പോഴേ നമ്മൾ ഓടി ഫ്രണ്ടിലെ അമ്മയും പപ്പയും നമ്മളൊക്കെ വന്ന് നിൽക്കും, അവരെ റിസീവ് ചെയ്യും അല്ലേ. എന്നിട്ട് അവരെ ഒന്നിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. മിക്കപ്പോഴും അവർ തള്ളി തുറന്ന് അകത്ത് വരുമോ? ഇല്ല, അവർ കോളിംഗ് ബെൽ അടിച്ചിട്ട് അവിടെ നിൽക്കും. നമ്മൾ വന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി അവരെ ഇരുത്തും. അപ്പം വിചാരിക്കുക, ഈ ദേവാലയത്തിൽ പോകുമ്പോൾ പരിശുദ്ധ അമ്മ പുത്രൻ്റെ ബലിയിൽ പങ്കെടുക്കാനാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ അമ്മ വന്ന് മക്കളെ കയറി വന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ട് വിചാരിക്കുക. അപ്പോൾ ഈ അമ്മേരെ കൈപിടിച്ച് വേണം പള്ളിയുടെ അകത്ത് നമ്മൾ സ്റ്റെപ്പ് ചവിട്ടി വന്നു. ഓക്കെ, ഇനി എന്നാ ചെയ്യണം, അവിടെ പള്ളിയുടെ പുറത്ത് തീർത്ഥജലം വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ തൊട്ട് കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് അമ്മേരെ കൈപിടിച്ച് അകത്ത് പോകണം. അകത്ത് പോകുമ്പോൾ ഇങ്ങനെ പറയണം, പരിശുദ്ധ അമ്മേ, ഈ കാണാൻ പോകുന്ന വിശുദ്ധ കുർബാന ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ഒരുക്കത്തോടു കൂടി പങ്കെടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. അമ്മമാരോട് പറഞ്ഞാൽ അവർ ചെയ്യില്ലേ? ചെയ്യും അല്ലേ? നമ്മുടെ അമ്മമാർ തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ അമ്മയോ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട്. അമ്മ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ പോയി. ഇനി എന്നാ, പള്ളിയുടെ ഫ്രണ്ട് വരുമ്പോൾ സക്രാരിയെ കാണുന്നു അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? കുമ്പിട്ട് ആരാധിച്ച് ഈശോയെ നന്ദി, ഈശോയെ സ്തുതി പറഞ്ഞിട്ട് നമ്മൾ എന്നാ സൈഡ് തിരിഞ്ഞ്, നമ്മൾ ഏറ്റവും പുറകിലാണോ മക്കളെ പോകേണ്ടത്? ഫാനുള്ള സ്ഥലത്താണോ? ഇല്ല, ഏറ്റവും ഫ്രണ്ടിൽ എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അവിടെ പോയി നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ, ഗസ്റ്റ് റിസർവ്ഡ് പ്ലേസ് ഒക്കെ കൊടുക്കില്ല, അതുപോലെ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ പോയി എന്നാ വെറുതെ പോയി ഇരിക്കരുത്. നമ്മൾ വീണ്ടും മുട്ടുമടക്കി വീണ്ടും ഒരു കുരിശ് വരച്ച്, വലിയ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കസേരയിൽ ഇതുപോലെ ഇരിക്കുന്നു. വിശുദ്ധ കുർബാന തുടങ്ങുന്നത് വരെ നമ്മൾ പ്രാർത്ഥിച്ച്, ഈശോയെ ഐ ലവ് യു ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ഈ കുർബാന ഏറ്റവും നന്നായി ചൊല്ലുവാൻ പ്രാർത്ഥിക്കുവാൻ എന്നെ ഒരുക്കണേ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനയൊക്കെ ഈശോരെ കണ്ണിൽ നോക്കി കഥ പറഞ്ഞ് ഇരിക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ, കുഞ്ഞുമക്കളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓടാൻ സാധ്യത, നടക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം എന്നാ ചെയ്യണം, നടുഭാഗത്ത് വരുമ്പോൾ കുമ്പിട്ടിട്ട് വേണം അങ്ങോട്ടും വലതോട്ടോ ഇടതോട്ടോ ഒക്കെ പോകാൻ. അത് ചെയ്യില്ലേ? ഓടരുത്. നമ്മൾ വീട്ടിൽ ഓടുന്നതല്ല, അത് പവിത്രമായ രാജാവ് ഇരിക്കുന്ന, ദൈവം ഇരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, നമ്മൾ ഇരുന്നു, വിശുദ്ധ കുർബാനയൊക്കെ ആരംഭിച്ചു. അപ്പോഴൊക്കെ നമ്മുടെ കൈയും നമ്മുടെ ശരീരമൊക്കെ എങ്ങനെയായിരിക്കണം? ശരീരം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. നമുക്ക് ഇങ്ങനെയും നിൽക്കാം. തുടങ്ങട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കയ്യിൽ പുറകെട്ടി, അല്ലെങ്കിൽ കൈ കെട്ടി, അല്ലെങ്കിൽ അടുത്തവനെ തോണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ ഒരു സൗണ്ട് കേട്ടാൽ അവിടെ നോക്കി ഇപ്പുറത്ത് നോക്കിയൊക്കെ ഇരിക്കാം. അങ്ങനെ ഇരിക്കരുത്. ഈശോക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ പൂർണ്ണ ശ്രദ്ധ, ഫോക്കസ് നമ്മുടെ ഈശോപ്പയ്ക്കായിരിക്കണം. ഓക്കെ, നമ്മൾ കൈകൂപ്പി നിൽക്കുന്നു, നമ്മൾ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ നിൽക്കുന്നു. പിന്നെ എന്താ, വാ തുറക്കണം, തുറന്ന് പ്രാർത്ഥനകളും പാട്ടും ഒക്കെ ഉറക്കെ പറയണം. കർത്താവിന് ഒരു പ്രശ്നവുമില്ല. പാട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും കർത്താവ് അത് സെറ്റാക്കിക്കോളും. ദൈവത്തിന് ഒരു പ്രശ്നമില്ല. അപ്പം ഉറക്കെ നമ്മുടെ ശബ്ദത്തിൽ പാടിയും ആടിയും ഒക്കെ പ്രാർത്ഥിക്കണം. ചെയ്യില്ലേ? ഒക്കെ ചെയ്തു. ഇനി പരിശുദ്ധൻ അത് മാലാഹമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ ഈശോയെ ഉയർത്തുമ്പോൾ അതൊക്കെ ഏറ്റവും പവിത്രമായിട്ടുള്ള സമയമാണ്. അപ്പം നമ്മൾ നോക്കുന്നു, വണങ്ങുന്നു, അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുർബാന സ്വീകരിക്കാൻ വേണ്ടി ലൈനിൽ നിൽക്കുമായിരിക്കും അല്ലേ. എല്ലാവരും ലൈനിൽ നിന്നായിരിക്കും. അച്ഛൻ നമുക്ക് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈശോയുടെ തിരുശരീരം എന്ന് പറഞ്ഞ് നമുക്ക് തരും. നമ്മളൊന്നെങ്കിൽ നാവ് നീട്ടും, അല്ലെങ്കിൽ കയ്യിൽ സ്വീകരിക്കും. ഓക്കെ, അപ്പോൾ സിസ്റ്റർ ആദ്യം പറഞ്ഞ തന്നെ വിശുദ്ധ സക്രാരിയിൽ ഈശോയെ വയ്ക്കുമ്പോൾ നമ്മൾ കുമ്പിടുന്നു. അങ്ങനെയെങ്കിൽ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ എൻ്റെ ശരീരത്തുന്നു. അപ്പം നമ്മൾ ഒരു കൂട്ടം മാലാഹമാരുടെ അകമ്പടിയോടെ ആയിരിക്കും നമ്മുടെ സീറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മൾ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ ചുറ്റും മാലാഖമാർ നമ്മുടെ ഉള്ളിൽ വന്ന് രാജാക്കന്മാരുടെ രാജാവായ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചിരിപ്പുണ്ടാവും. അവരോട് ചേർന്ന് നമ്മളും ദൈവത്തെ ആരാധിക്കുന്നു. ആദ്യം നമ്മൾ സ്തുതിക്കണം, നന്ദി പറയണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ എൻ്റെ ഹൃദയത്തിൽ വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, ഈശോ അപ്പ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈശോയോട് പ്രത്യേകമായി പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയുക, പ്രാർത്ഥിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇരിക്കുന്നു. ഇനി പള്ളി തീർന്ന ഇത് അച്ഛൻ ആശീർവദിച്ച് ഉടനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ഓടണോ? പോണ്ട. ഇച്ചിരി നേരം
ഈശോയോട് ചേർന്ന് ഇച്ചിരി നേരം അവിടെ ദേവാലയത്തിൽ ഇരുന്നതിന് ശേഷം നമ്മൾ പോവാം. ഓക്കെ. ഇനി അടുത്തത് ഈ പേടി, ടെൻഷൻ, ഭയം, ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ ഇങ്ങനെ തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പേടി ഭയമൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കൗൺസിലറിനെയോ ഒക്കെ കാണാം. നമ്മൾ പോവും, കാരണം അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തതാണ്. എന്നാൽ അതിന് മുമ്പ് ഈശോ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കത് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, കർത്താവ് ഇടപെടും. ഉദാഹരണത്തിന് പേടിയോ ടെൻഷനോ ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന് തോന്നുമ്പോൾ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമുക്കറിയാലോ 23-ാം സങ്കീർത്തനം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. ഓക്കെ. ഇനി അടുത്തൊരു വചനമാണ് സങ്കീർത്തനം 27:1. കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? അപ്പം അർത്ഥം മനസ്സിലാക്കി ആ വിശ്വാസത്തോടു കൂടി ഒരു 5-6 തവണ, ഒരു 10 തവണ പറഞ്ഞു നോക്കിയേ. നമ്മൾ എന്താണോ പറയുന്നത് നമ്മളെ ആക്കി തീർക്കും. ഫോർ എക്സാമ്പിൾ, സിസ്റ്റർ പറയുകയാണ്, എനിക്ക് പറ്റില്ല, അതൊന്നും നടക്കത്തില്ല, അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അവന് പറ്റും, ഇവന് പറ്റും, എനിക്ക് പറ്റത്തില്ല സാറേ, പ്ലീസ് എന്നെ ഒന്ന് ഒഴിവാക്കി തരാമോ, എനിക്കൊന്നും പറ്റില്ല. കണ്ടോ സിസ്റ്ററിൻ്റെ ബോഡി? സിസ്റ്റർ 5 ഡയലോഗ് നെഗറ്റീവ് പറഞ്ഞു, അതനുസരിച്ച് സിസ്റ്ററിൻ്റെ ഷോൾഡറൊക്കെ കൂനിക്കൂടി, അയ്യോ സാറേ ഒന്ന് ചെയ്യോ, കയ്യും ഒക്കെ അതിനനുസരിച്ച് എൻ്റെ ബ്രെയിനും എൻ്റെ ശരീരമൊക്കെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ച് വേറെ പറയാണ്, സാറേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ ഐ വിൽ ഡു ഇറ്റ്, ഞാൻ ശ്രമിക്കാം, ഞാൻ ചെയ്യാം. കണ്ടോ? സ്ട്രെയിറ്റായി, കണ്ണ് സ്ട്രെയിറ്റായി, ചിൻ സ്ട്രെയിറ്റ്. അപ്പോൾ എന്താണോ പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്രെയിനിൻ്റെ ഭാഗമായി മാറും. അങ്ങനെയെങ്കിൽ വേർഡ് ഓഫ് ഗോഡോ ജീവനുള്ള വചനമാണ് അല്ലേ? ദൈവം പറഞ്ഞ വചനമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇന്നൊന്ന് പറയും, നാളെ ഞാൻ മാറ്റി പറയും. പക്ഷെ കർത്താവ് അങ്ങനെയല്ല, വിശ്വസ്തനാണ്, അന്നും ഇന്നും നാളെയും സെയിം ആണ്. അപ്പോൾ ആ വചനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വീണ്ടും നമ്മൾ കാണും യേശയ, പല വചനമുണ്ട്. അപ്പോൾ യേശയ 41:10 പറയേണ്ടത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാനാണ് നിൻ്റെ ദൈവം, നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഓക്കെ. ഇത് 41:10 സെയിം തന്നെ. 41:13 നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിട്ടുണ്ട്, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. ഓക്കെ. ഇതുപോലുള്ള വചനം പല തവണ ആവർത്തിക്കണം. ഒരു തവണ ആവർത്തിച്ച് ഹാപ്പി ആയിട്ടിരിക്കരുത്, പല തവണ ആവർത്തിക്കണം. ചുരുക്കി പറഞ്ഞാൽ മക്കളെ ഇത്രയേ ഉള്ളൂ, വചനം പല കുറി ആവർത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരവും ഒക്കെ നമ്മൾ ശുദ്ധീകരിക്കണം. ഓക്കെ, ചെയ്യില്ലേ? അപ്പം നമുക്കൊന്നും കൂടി ഒന്ന് ചിന്തിക്കാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്താണ്? പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മളിന്ന് ചിന്തിച്ചത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു യാത്ര, പണ്ട് നമ്മുടെ പൂർവികർ നടത്തിയ യാത്ര, പുറപ്പാടിലെ പുസ്തകത്തിൽ പറയുന്ന യാത്ര, മോശ നേതൃത്വം നൽകിയ യാത്ര. ആ യാത്രയിൽ അവർക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വന്നു. അവർ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് സംഭവം പോയില്ല. അവരുടെ സന്തോഷവും ഒക്കെ മങ്ങിയപ്പോൾ അവരുടെ നേതാവായ ഒരാളാണ് നിലവിളിച്ചത്, എല്ലാവരുമല്ല. അപ്പോൾ ഒരാൾ വിളിച്ചാലും കർത്താവ് കേൾക്കും, കുടുംബത്തെ ബ്ലസ് ചെയ്യും, അനുഗ്രഹിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചു, മന്ന പൊഴിച്ചു, അവർക്ക് കുടിക്കാനുള്ള ജലം പാറ പൊട്ടിച്ചു കൊടുത്തു. ഇന്ന് അതേ പ്രശ്നങ്ങളിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ, അത് വിദ്യാഭ്യാസത്തിൻ്റെ ആകാം, ജോലിയുടെ ആകാം, ബന്ധങ്ങളുടെ ആകാം, സാമ്പത്തിക ഭദ്രതയുടെ കാര്യമായിരിക്കാം, ഏത് കാര്യമായാലും ദൈവം അന്ന് സപ്പോർട്ട് ചെയ്ത ദൈവം ഇന്ന് സപ്പോർട്ട് ചെയ്യും. അതിന് ദൈവം എന്താ ചെയ്തത്? ആ രാത്രിയിൽ മന്ന പൊഴിച്ചെങ്കിൽ വേറൊരു രാത്രിയിൽ ദൈവം ദിവ്യകാരുണ്യം സ്ഥാപിച്ചു. സ്വന്തം ശരീരം നമുക്ക് വേണ്ടി തന്നു. സ്വന്തം ശരീരത്തിൽ നിന്ന് ചാട്ടയടിച്ചപ്പോൾ ഉണ്ടായ മുറിവിൽ നിന്ന് ഒഴുകിയ രക്തം നമുക്ക് പാനീയമായി തന്നു. അതിലൂടെ സ്വർഗം നമുക്ക് എത്ര സൗഭാഗ്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്? പ്രധാനമായും 3. 1, ദൈവം നമ്മോടൊപ്പം വസിക്കുന്നു, അവിടുത്തെ ശരീരവും രക്തവും പാനം ചെയ്യുമ്പോൾ ദൈവം എന്നിൽ വസിക്കുന്നു. 2, നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. 3, എൻ്റെ ശരീരം ഉയർപ്പിക്കുന്നു. ഓക്കെ, ഈ 3 സൗഭാഗ്യങ്ങൾ ഈ വിശുദ്ധ കുർബാന, ഓക്കെ, ഇതിനകത്ത് ഉള്ള കുർബാന സ്വീകരിക്കുമ്പോൾ കിട്ടുന്നു. ഓക്കെ, പിന്നെ സിസ്റ്റർ എന്താ പറഞ്ഞു? സക്രാരിയിൽ എന്തുകൊണ്ട് നമ്മൾ വണങ്ങുന്നു?
അവിടെ സക്രാരിയിൽ ജീവനുള്ള ഈശോ ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവത്തെ ബഹുമാനിക്കുന്നതിൻ്റെ ആദരവിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കുമ്പിടുന്നത്. പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ നടുഭാഗത്ത് വരുവാണെങ്കിൽ കുമ്പിട്ടിട്ട് ആരാധിച്ചതിന് ശേഷം മാത്രം വലതോട്ടോ ഇടത്തോട്ടോ പോവാം. ഓക്കെ, ഇനി കുർബാന സ്വീകരിച്ച് കഴിയുമ്പോഴോ നമ്മളൊരു സക്രാരിയായി മാറുന്നു, സ്വർഗീയ അരമനയായി മാറുന്നു. ഓക്കെ, നമ്മുടെ ശരീരം എന്ന വിരി കൊണ്ട് ആ സക്രാരിയെ, ആത്മാവെന്ന സക്രാരിയെ മറച്ചു പിടിക്കുന്നു. ഓക്കെ, ഇനി ഈ വിശുദ്ധ കുർബാന എങ്ങനെ ഭക്തിയോടെ ആദരവോടുകൂടി ആഘോഷിക്കാം, സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളതിനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നു അല്ലേ. അലാം വയ്ക്കണം, മാലാഹമാരെ നമ്മളെ ഏൽപ്പിക്കണം, നല്ല വസ്ത്രം സൺഡേ ബെസ്റ്റ് ഇട്ടുകൊണ്ട് പോകണം, ഉറക്കെ പാടണം, ഉറക്കെ പ്രാർത്ഥിക്കണം, ഈശോയെ സ്വീകരിക്കാൻ പോകുമ്പോൾ ഐ ലവ് യു പറയണം, ഈശോ ആരാധിക്കണം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈശോയുടെ ചെവിയിൽ പറയണം, നമ്മുടെ ഉള്ളിൽ വന്ന കർത്താവിനോട് സംസാരിക്കണം കേട്ടോ, സംസാരിച്ച് ശീലിക്കണം. ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഡയലോഗാണ്, നമ്മുടെ സംസാരമാണ്. ഈശോയോട് കൺസൾട്ട് ചെയ്താൽ സംസാരിക്കുക. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് മാലാഹമാരോടൊപ്പം ആരാധിച്ച് സ്തുതിച്ച് വിശുദ്ധ കുർബാന ഭക്തിയോടുകൂടി നമ്മൾ ആഘോഷിക്കുന്നു. ഇനി ലാസ്റ്റ് സിസ്റ്റർ പറഞ്ഞ എന്താ? ലാസ്റ്റ് പറഞ്ഞ് നമുക്ക് പേടിയോ ടെൻഷനോ ഏത് മേഖലയിലുണ്ടെങ്കിലും വചനം ആവർത്തിച്ച് ചൊല്ലണം. അതായത് ഈ വചനം ഭക്ഷിച്ച് വചനമായി നമ്മൾ മാറണം. ആ പവർ നമ്മളിൽ പ്രവർത്തിക്കണം, ആക്ടിവേറ്റഡ് ആകണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്ത് കർത്താവിനെ കൂടുതൽ നമുക്ക് അനുഭവിക്കാം. കർത്താവിനെ നോക്കി നമ്മളും മറ്റൊരു ക്രിസ്തുവായി മാറട്ടെ. ആമേൻ.